ആസിഫിലെ യൂസഫില് യൂസഫിലൊന്നും ഒന്നല്ല. ഹേ ഗായ്സ്, അപ്പൊ നമ്മളിന്ന് ബാംഗ്ലൂർ പോവാണ്. കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ഫസ്റ്റ് ട്രിപ്പാണ് ബാംഗ്ലൂരിലേക്ക്. ഞങ്ങൾ ബസ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. മണ്ണുത്തിയിലാണ് ബസ് വരുന്നത്. ബസ് വന്നിട്ട് ബാക്കി കാണാം. ഡാഡി അനിയനും ഞങ്ങളെ കൊണ്ടാക്കാൻ വന്നേക്കാണ്. അങ്ങനെ ഞങ്ങൾ ബസ്സിൽ കയറി സീറ്റൊക്കെ കണ്ടുപിടിച്ച് കയറിയിരുന്നു. നല്ലൊരു ബസ്സായിരുന്നു. സ്ലീപ്പർ ബുക്ക് ചെയ്ത കാരണം നന്നായിട്ട് ഉറങ്ങാൻ പറ്റിട്ടോ. നല്ലൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റപ്പോൾ ബസ് ബാംഗ്ലൂർ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ബാംഗ്ലൂർ എത്തിയിരിക്കുകയാണ്. രാവിലെ ഒരു 7:30 ആയിട്ടുണ്ടാവും. ഞങ്ങളിപ്പോ ഇവിടെ എത്തി. ഇവിടെ നല്ല തണുപ്പുണ്ട് രാവിലെ തന്നെ. നമ്മൂരു ബാംഗ്ലൂരു. ഞങ്ങളിനി ഹോട്ടലിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഊബർ ബുക്ക് ചെയ്തിട്ട് അങ്ങനെയാണ് പോകുന്നത്. നമ്മളല്ലാതെ ഈ ഓട്ടോ വിളിക്കുന്നതിനേക്കാളും ഊബർ, റാപ്പിഡോ, നമ്മയാത്രി ഈ ആപ്പുകളൊക്കെ യൂസ് ചെയ്യുന്നതാണ് നമുക്ക് അഫോർഡബിൾ ആയിട്ട് വരുന്നത്. ബാംഗ്ലൂരിലെ ട്രാഫിക് ഒരു വലിയ പ്രശ്നമായതുകൊണ്ട് തൊട്ടടുത്ത് മെട്രോ സ്റ്റേഷൻ ഉണ്ടോ എന്ന് നോക്കിയിട്ടാണ് നമ്മൾ ഹോട്ടൽ ബുക്ക് ചെയ്തത്. നമ്മൾ റൂമിലോട്ട് പോയി. പക്ഷെ അവിടെ 12 മണിക്കേ ചെക്കിനുള്ളൂ. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് തിരിച്ചു വരാമെന്ന് വിചാരിച്ചു. അപ്പൊ ഇവിടുത്തെ സ്പെഷ്യൽ ഒരു സ്ഥലമാണ് രാമേശ്വരം അല്ലേ? അത് അവിടെ പോകാൻ വേണ്ടിട്ട് നമ്മള് മെട്രോ ഇറങ്ങി, രാജാജി നഗറിൽ ഇറങ്ങി. ഇനി നമുക്ക് അങ്ങോട്ട് പോവാം. ഞങ്ങള് തപ്പി പിടിച്ചു പോയത് എന്തായാലും വെറുതെ ആയില്ല. അവിടുത്തെ ആൾക്കാരുടെ തിരക്കാണ് ഞങ്ങൾ ശരിക്കും ഞെട്ടി. നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശയും പൊടി ഇഡ്ഡലിയും കേസരി ബാത്തുമാണ് ഞങ്ങൾ അവിടെ നിന്ന് കഴിച്ചത്. ഒന്നും പറയാനില്ല, ഒരു പ്രത്യേക ടേസ്റ്റായിരുന്നു. ഇതുവരെ അങ്ങനെ കഴിച്ചിട്ടില്ലാത്തൊരു പ്രത്യേക ടേസ്റ്റായിരുന്നു. സോ ബാംഗ്ലൂരുള്ള എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം. ഇത്രയും തിരക്കിൻ്റെ ഇടയിലും വൃത്തിയുടെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും ഇവർ ചെയ്യുന്നില്ല. നമ്മുടെ ഫുഡൊക്കെ കഴിച്ചു. ഇതുവരെ ഇങ്ങനത്തെ ഒരു ടൈപ്പ് ദോശയും ഇഡ്ഡലിയൊന്നും കഴിച്ചിട്ടില്ല. ശരിക്കും ആണ് ഇഷ്ടമായിരുന്നു. ബാംഗ്ലൂർ ഉള്ള ആൾക്കാർ ഒരിക്കലും ഇത് മിസ് ചെയ്യരുത്. അത്രയും നന്നായിട്ടുണ്ട്. നമ്മളിനി ഫുഡെടുത്ത് ലുലുമാൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മളിപ്പോ ലുലുമാൾ എത്തിയിരിക്കുകയാണ്. ബാംഗ്ലൂര് ലുലുമാള് അടിപൊളിയാന്ന് കേട്ടു. അപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യാൻ വന്നിരിക്കുകയാണ്. ഇവിടെ നമ്മള് റൂം ചെക്ക് ഇൻ ചെയ്തിട്ടില്ല ചേട്ടാ. ഇല്ലല്ലോ, 12 മണിക്കാണ് ചെക്ക് ഇൻ പറഞ്ഞേക്കണേ. സമയത്ത് 11 മണി ആയിട്ടുള്ളൂ. അപ്പൊ 1 hour നമുക്ക് ഇവിടെ സ്പെൻഡ് ചെയ്യാന്ന് വിചാരിച്ചു. ചെക്ക് ഇൻ ചെയ്യാത്ത കാരണം ബാഗേജ് ഒക്കെ ഞങ്ങളുടെ തന്നെയാണ്. അതുകൊണ്ട് ബാഗ് ഇവിടെ ഇൻഫർമേഷൻ ഡെസ്കിൽ കൊടുക്കാമെന്ന് വിചാരിച്ചു. ലുലുമാളിൽ തന്നെ ഇൻഫർമേഷൻ ഡെസ്കിൽ. അപ്പോൾ അത് നമുക്ക് കൊടുക്കാം. ക്രിസ്മസ് ടൈം ആയതുകൊണ്ട് ക്രിസ്മസിൻ്റെ കുറേ സംഭവങ്ങളൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ ക്രിസ്മസ് ഡെക്കറേഷനൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ് വരിക. സെന്നിൻ്റെ ബ്രാൻഡിൽ നമുക്ക് ഷവർ ജെല്ലി കിട്ടി. നീ എപ്പോഴും ഇതൊക്കെ തുടങ്ങിയേ? നമ്മൾ വിചാരിച്ച യൂസഫിലൊന്നും ഒന്നല്ല. അപ്പൊ നമ്മൾ ലുലുമാളൊക്കെ കണ്ടു കഴിഞ്ഞു. ചെറിയ ടൈപ്പില് പർച്ചേസ് ഒക്കെ നടത്തിയല്ലേ. ക്രിസ്മസിന്റെ കുറെ സംഭവങ്ങളുണ്ട് കേട്ടോ അവിടെ. നല്ല രസമുണ്ട് കാണാൻ. അപ്പൊ നമുക്കിനി റൂമിലോട്ട് പോവാം. അതിന് തൊട്ടടുത്തുള്ള മെട്രോ സ്റ്റേഷനാണ് KSR റെയിൽവേ സ്റ്റേഷൻ. മെട്രോ സ്റ്റേഷൻ അവിടെ ഉണ്ട്. ഇപ്പൊ നമ്മൾ ലുലുമാളിൽ നിന്ന് തിരിച്ചു പോകുന്നു. ഇപ്പോൾ മെട്രോ സ്റ്റേഷനിലെത്തി. KSR മെട്രോ സ്റ്റേഷൻ പർപ്പിൾ ലൈനാണ്. ലാസിപ്പാളയത്തിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് മജസ്റ്റിക്കിൽ ഇറങ്ങിയിട്ട് ഗ്രീൻ ലൈനിലേക്ക് മാറി കയറണം. ഇവിടെ ഏറ്റവും തിരക്കുള്ള ഒരു മെട്രോ സ്റ്റേഷനാണ് ഈ മജസ്റ്റിക്. ഞങ്ങളിങ്ങനെ ക്യൂ ഒക്കെ നിന്നിട്ടാണ് മെട്രോയിൽ കയറിയത്. നമ്മളങ്ങനെ റൂമെത്തി. ഫുൾ ടയേർഡാണ്. ഇപ്പോഴാണ് ഒന്ന് ചെക്ക് ഇൻ ചെയ്യാൻ പറ്റിയത്. നമ്മൾ രാവിലെ എത്തിയതാണ്. അപ്പോൾ നേരെ റൂം കാണാം.
ഇതാണ് നമ്മുടെ റൂം കേട്ടോ. അത്യാവശ്യം ഡീസൻ്റ് ആയ റൂമാണ്. നല്ല ആംബിയൻസ് ഒക്കെ ഉണ്ട് ഇവിടെ. വാഷ്റൂമും കുഴപ്പമില്ല, അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഗൈസ് ഫൈനലി അങ്ങനെ ഞങ്ങൾ റെഡി ആയിട്ട് ഇറങ്ങിയിരിക്കുകയാണ് റൂമിൽ നിന്ന്. അപ്പോൾ ഇനി നമ്മൾ കുറച്ച് സ്ഥലങ്ങളിലേക്കൊക്കെ പോകുന്നുണ്ട് അല്ലേ? നമുക്ക് മെട്രോ കയറി ലാൽബാഗാണ് ആദ്യം പോണേ, പിന്നെ അവിടുന്ന് ഒരു സ്ഥലങ്ങളിലേക്കാണ് പോകണം. അപ്പോൾ നമുക്കതൊക്കെ കാണാം കേട്ടോ. അങ്ങനെ നമ്മൾ ലാൽബാഗ് ബൊട്ടാണിക്കൽ ഗാർഡനിൽ എത്തിയിരിക്കുകയാണ്. ഞാൻ പണ്ട് എപ്പോഴും ഭയങ്കര ചെറുപ്പത്തിൽ ഇവിടെ വന്നിട്ടുണ്ട്. എന്തെങ്കിലും മെമ്മറീസ് ഒക്കെ റീകളക്ട് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. അതെ അതെ, ഞാനും ഫ്രണ്ട്സായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ കുറേ ഓർമ്മകളുണ്ട്. ഫ്രണ്ട്സായിട്ടൊക്കെ വന്നിട്ട് അടിച്ച് പൊളിച്ച് നടന്ന സമയമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് വരുന്നുണ്ട്, അവനെയും വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവനോട് വന്നിട്ട് നമ്മൾ ഉള്ളിലേക്ക് കയറാന്ന് വെച്ചിട്ടിരിക്കുകയാണ്. നമ്മൾ ടിക്കറ്റ് എടുത്തു, ഒരാൾക്ക് 50 റുപ്പീസ് ഉള്ളൂ. അതെ, കൊടുക്കാം. ഗൈസ് അങ്ങനെ ബോറടിച്ച് നിന്നപ്പോൾ ഫ്രണ്ട് വരാണ്ടായപ്പോൾ ഞങ്ങൾ ഒരു ഗോലി സോഡ മേടിച്ചു. അതിനുണ്ട് രസമുണ്ടാ ഗൈസ്? നൊസ്റ്റാൾജിക് സാധനമാണത്. പണ്ട് കുറെ കുടിച്ചിട്ടുണ്ട് ഗോലി സോഡ. അവൻ വന്നിരിക്കുന്നു ഗൈസ്. 1760 മൈസൂർ രാജാവായിരുന്ന ഹൈദരലിയാണ് 240 ഏക്കറുള്ള ഈ ബൊട്ടാണിക്കൽ ഗാർഡന് തുടക്കം കുറിച്ചത്. രണ്ട് മെയിൻ ഗേറ്റുകളുള്ള ഈ ബൊട്ടാണിക്കൽ ഗാർഡനകത്ത് ഒരു കായലും നമുക്ക് കാണാം. നടന്നു പോകാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇങ്ങനെ വെഹിക്കിൾ സർവീസും ഇവിടെ ഉണ്ട് കേട്ടോ. ഇവിടെ ലാൽബാഗിൽ വന്നപ്പോൾ മരം കൊണ്ട് ഉണ്ടാക്കിയ ഓരോ സാധനങ്ങൾ കണ്ട നിങ്ങൾ? പക്ഷെ എൻ്റെ പൊന്നു പൊടി, ഇതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. മരം കൊണ്ട് ഉണ്ടാക്കിയതാണ്. നല്ല നൈസായിട്ട് ചെയ്തിട്ടുണ്ട് പണി. പൊടി ഇതൊക്കെ കണ്ട ഗൈസ്, ഒക്ടോബസ് എന്നൊക്കെ പറയുന്നുണ്ട്. പൊളി സാധനം. നല്ല രസമായിട്ടുണ്ടല്ലോ വർക്ക്. ഉണ്ടാക്കിയവനെ സമ്മതിച്ചു. നമിച്ചു ഡിസപ്പോയിന്റഡ് ഗൈസ്. നമ്മൾ അന്ന് കണ്ട ഒരു ലാൽബാഗ് അല്ലെന്ന്. വലിയ രസമൊന്നുമില്ല, പച്ചപ്പൊക്കെ കുറവാ, നഷ്ടമായി പോയി. കുറെ നടന്നു, ഇത്രേ ഉള്ളൂ. അതുകൊണ്ട് അധികം ഇഷ്ടമായില്ല. അല്ലേ, നിങ്ങൾക്ക് ഇഷ്ടമായോ? കുഴപ്പമില്ല, പണ്ട് വന്ന ഒരു വൈബില്ലേ ഇപ്പോ. ഞങ്ങൾ ലാൽബാഗിൽ നിന്ന് നേരെ MG റോഡിലേക്കാണ് വന്നത്. അതൊരു ഷോപ്പിങ്ങിൻ്റെ ഏരിയ ആണ്. കൊറിയൻ ടോപ്സ്, ഒരുപാട് കൊറിയൻ ടോപ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. റേറ്റ് എങ്ങനെയാന്ന് അറിഞ്ഞൂടാ. അങ്ങനെ ഡേവിഡ് ഒരു ഗോൾഡ് കപ്പ് അകത്താക്കി. ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് ഉണ്ടത്. കുറേ ഡ്രസ്സസ് കാര്യങ്ങളൊക്കെ ഉണ്ട്, ജ്വല്ലറീസ്. ചില ഷോപ്പിൽ കുറച്ച് റേറ്റ് കൂടുതലാണെന്ന് തോന്നിയിട്ട്. നമ്മൾ ചർച്ച് സ്ട്രീറ്റിലേക്ക് എത്തി. ഇവിടെയും ഒരുപാട് ഷോപ്സ് ഒക്കെ ഉണ്ട്. സ്റ്റാർബക്സ് ഉണ്ട്. കുഴപ്പമില്ല, ഒരു വൈബ് സ്ഥലമാണ്. മിനിസോ സ്പോട്ടഡ്. ചർച്ച് സ്ട്രീറ്റിൽ നിന്ന് നമ്മൾ നേരെ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിലേക്ക് ഇങ്ങനെ നടന്ന് പൊക്കോണ്ടിരിക്കുകയാണ്. നടക്കാനുള്ള ഡിസ്റ്റൻസ് ഉള്ളൂ. ഇതാണ് കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ്. ഇവിടെയും കുറേ ഷോപ്പിങ്ങിൻ്റെ ഏരിയയൊക്കെയാണ്. ബ്രൈഡൽ ഷോപ്സ് ഒരുപാടുണ്ട് കൊമേഴ്ഷ്യൽ സ്ട്രീറ്റില്. ഇവിടെ വന്ന് എടുത്താൽ മതിയായിരുന്നു എന്ന് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്. നല്ല വെറൈറ്റി ഡിസൈനും റേറ്റും നല്ല കുറവാണ് നമ്മുടെ അവിടത്തേക്ക് വെച്ച് നോക്കുമ്പോൾ. സോ ബ്രൈഡൽ ഡ്രസ്സുകളൊക്കെ നോക്കുന്നവർ വേണമെങ്കിൽ ഇവിടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോളും. നല്ല വെറൈറ്റി ഡിസൈനുള്ള സാധനങ്ങൾ കണ്ടോ. നല്ല തിളങ്ങുന്ന ഷൂവും നല്ല തിളങ്ങുന്ന ചെരുപ്പൊക്കെ. നമ്മുടെ
ഇവിടുത്തെ ഒരു പോലീസ് സ്റ്റേഷനാണിത്. തൊട്ടടുത്ത് തന്നെയാണ് ശിവാജി നഗറും. അവിടെയും കുറേ അഫോർഡബിൾ ഷോപ്പിങ്ങിന് പറ്റുന്ന ഏരിയയാണ്. ഗൈസ്, ഇവിടെ ശിവാജി നഗറിൽ ഒരു പള്ളിയൊക്കെ ഉണ്ട്. നമ്മുടെ തൃശ്ശൂർ പുത്തമ്പള്ളി പോലെ ഒരു പള്ളിയാണത്. സംഭവം രസമുണ്ട്. ഈ ഒരു സിറ്റിയുടെ ഇടയിൽ, നല്ല തിരക്ക് പിടിച്ചൊരു സിറ്റിയുടെ ഇടയിൽ ഒരു പള്ളി. അവിടുന്ന് നമ്മൾ കമ്മനഹള്ളി മടിവാള ഏരിയയിലേക്കാണ് വന്നത്. കുറേ ഫുഡ് സ്പോട്ടും പബ്ബും ഒക്കെയുള്ള ഒരു ഏരിയ ആണിത്. ഡിന്നറായിട്ട് ബാംഗ്ലൂരിലെ മെയിൻ ഫുഡുകളൊന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്നുണ്ടായിരുന്നു. സോ നമ്മൾ അങ്ങനെ ഒരു ഷോപ്പിലേക്ക് കയറി. ഞങ്ങളങ്ങനെ ഒരു സ്പെഷ്യൽ ഫുഡാക്കി രാത്രി, അല്ലേ? ഒരു ബാംഗ്ലൂർ സ്പെഷ്യൽ ഫുഡായിരുന്നു. കുഷ്ക റൈസ്, ചിക്കൻ കബാബ്, അല്ലേ? എല്ലാം ലെഗ് പീസൊക്കെ ഉണ്ടായിരുന്നു. ചിക്കൻ ലെഗ് പീസിനൊക്കെ 60 രൂപയുള്ളൂ. നല്ല അഫോർഡബിൾ ആയിട്ട് തോന്നി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഫുഡ്. ഇത് വരുന്നത് മടിവാളയിലാണ്. ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ അറിയാം, ചെറിയൊരു ഷോപ്പാണ്, പക്ഷെ ഫുഡെല്ലാം അടിപൊളിയായിരുന്നു. നിങ്ങളിവിടെ വന്നു കഴിഞ്ഞാൽ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഞങ്ങളങ്ങനെ പബ് അന്വേഷിച്ച് നടക്കുന്ന വഴിയിൽ കണ്ടതാണ് ഈ ലിക്കർ ഷോപ്പ്, ടോണിക്. ഇന്ത്യയിലെ തന്നെ ലാർജസ്റ്റ് ആൽക്കഹോൾ ഷോപ്പാണ് ഈ ടോണിക്. ബാംഗ്ലൂരിന്റെ തെരുവുകളിലൂടെ അലഞ്ഞു തിരിഞ്ഞ് ഞങ്ങൾ ദേ ബോഹോയിലേക്ക് കയറാണ്. പബ്ബാണ് കേട്ടോ, പബ്ബ്. ഗൈസ്, ബാംഗ്ലൂര് പബ്ബുകളിലെ കളിയാണ്, രക്ഷയില്ല. ഇന്ന് ഫ്രീ എൻട്രി ആന്നൊക്കെ പറഞ്ഞിട്ട് ഫുള്ള് തിരക്കാണ് ഗൈസ്. ഇവിടെ ഒരാൾ നോക്കണ്ട, കണ്ടാ ഫുള്ള് തിരക്കാണ് ഗൈസ്. ഇന്നത്തെ ഫൈനൽ സ്പോട്ടാണ് ഫോറം മോള്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ റൂമിൽ പോവാണ്. ഇവിടെ മസാജ് ചെയ്തോണ്ടിരിക്കുകയാണ്. നടന്ന് വയ്യാണ്ടായിട്ട് മസാജ് ചെയ്യാണ്. എങ്ങനെയുണ്ട് പറ? കാലുവേദന എടുത്തിട്ട് ഞങ്ങൾ കൊറേ നടന്ന കാരണം കാലുവേദന എടുത്തിട്ട് മസാജ് ചെയ്യാൻ വന്നതാ. ഇക്ലിയാവണ്ട ഗൈസ്, അപ്പോ ഇന്നൊരു ഹെക്ടിക് ഡേ ആയിരുന്നു. ഫുൾ ടയർഡ് ആയിട്ടിരിക്കുകയാണ്. നടന്ന് വയ്യാണ്ടായി. നമ്മളിപ്പോ ഫോറം മാളില് ലാസ്റ്റ് എൻഡിങ്, ഇന്നത്തെ ദിവസം എൻഡിങ് ഫോറം മാളിലാണ്. ഇത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ റൂമിലേക്ക് പോകാൻ നിൽക്കുകയാണ്. ഞങ്ങൾ രണ്ടുപേരും ഊബർ ബുക്ക് ചെയ്ത് പോണേ. 11 മണിയായിരുന്നു. സമയം 11 മണി കഴിഞ്ഞു. ഇനി നാളെ രാവിലെ ഇട്ടിട്ട് ബാക്കി പരിപാടി. നാളെ ബാക്കി കാണാം. അപ്പൊ ഇന്നത്തെ ഒരു ദിവസം ബാംഗ്ലൂരിലത്തെ കഴിയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. Bye.